പ്രിയരെ, അമേൻ ഹല്ലേലൂയ. കരഞ്ഞത് മതി. അമേൻ ഹല്ലേലൂയ. നിങ്ങൾ കുറേ കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറേ കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരം കാണുന്നില്ലല്ലോ. അമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നിങ്ങൾ കരയണ്ട. അമേൻ ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ കുറിച്ച് ഒരു അമ്മ കരയുന്ന ഒരു ഭാഗം വചനത്തിനകത്തുണ്ട്. അമേൻ ഹല്ലേലൂയ. അവൾ വിധവയായി പോയി, ഇനി ആരുമില്ല. ആമേൻ ഹല്ലേലൂയ. ഇനി ഉള്ളത് ഈ മകൻ മാത്രമാണ്. അവനും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവനെ അടക്കുവാൻ മഞ്ചത്തിൽ കൊണ്ടുപോകുന്നൊരു ഭാഗം വചനഭാഗത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് അവിടെ വന്ന് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: കരയണ്ട, നീ കരയണ്ട, കരഞ്ഞത് മതി. ഭർത്താവ് നഷ്ടപ്പെട്ടത് മുതൽ അവളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടുത്തലുകളും കുറ്റം പറച്ചിലുകളും ഒക്കെ ഹല്ലേലൂയ അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏക ആശ്രയം ഒരു മകനാണ്, അവനും നഷ്ടമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആശ്രയങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരോടുള്ള ഒരു ദൂതാണിത്. ആമേൻ ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഇത് കേൾക്കുന്നെങ്കിൽ അവർക്കുള്ളൊരു ദൂതാണ്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് അവളോട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: കരയണ്ട. ആമേൻ. ഇനി നീ കരയണ്ട. ഹല്ലേലൂയ. ആശ ഏറ്റെടുത്ത്, ആമേൻ ഹല്ലേലൂയ, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെടുന്നവരടുത്ത് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുകയാണ്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ, കരഞ്ഞ് ആമേൻ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല. ആമേൻ. നിലവിളിച്ചും പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടും, ആമേൻ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ, എനിക്കെന്താണ് ഇങ്ങനെ വരുന്നത്, ആമേൻ ഹല്ലേലൂയ, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ദൈവത്തെയും പഴിചാരി, ആമേൻ, ദുഃഖിച്ച് നിലവിളിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ. തക്ക സമയത്ത് അതിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിന്നും, നിങ്ങൾ കരഞ്ഞ വിഷയത്തിൽ നിന്നും നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നമ്മുടെ ദൈവം വരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തെ ഒന്ന് വിളിക്കുവാൻ മനസ്സുണ്ടോ? ഈ ദൈവത്തോടൊന്ന് പ്രാർത്ഥിപ്പാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പിറുപിറുക്കാതെ, കുറ്റം പറയാതെ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വന്നതെന്ന് ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് പഴിചാരി ഇങ്ങനെ കുറ്റം വിധിച്ച് നിൽക്കാതെ, ആമേൻ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ കരഞ്ഞത് മതിയാക്കി നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പി നിങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാനൊരു ഉറപ്പ് തരാം. നിങ്ങളിപ്പോൾ തന്നെ ഹല്ലേലൂയ കരഞ്ഞ വിഷയത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ ഭാരപ്പെട്ട വിഷയത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിക്ക്. ഇവിടെ നോക്കണം, പ്രതീക്ഷയറ്റ് നാട്ടുകാർ, ആമേൻ ഹല്ലേലൂയ, ആ മകനെ മഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവനെ അടക്കം ചെയ്തിട്ട് ഹല്ലേലൂയ തിരിച്ചു വരുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ സർവശക്തനായ കർത്താവ്, ആമേൻ ഹല്ലേലൂയ, അവിടെ വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ നിങ്ങൾ കരയുന്ന വിഷയത്തിൻ്റെ മേൽ, ആമേൻ ഹല്ലേലൂയ, ആ വിഷയത്തിൽ ഇടപെടുവാൻ, ആ വിഷയത്തെ പരിഹരിക്കുവാൻ, ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ കർത്താവിനല്ലാതെ ആർക്കും പറ്റത്തില്ല മക്കളെ. ഹല്ലേലൂയ. നാട്ടുകാരൊക്കെ പറയും, ഞാൻ കൂടെ നിൽക്കാം. കുറച്ച് നേരമൊക്കെ അവർ കൂടെ നിൽക്കും, കുറച്ച് നേരമൊക്കെ ആശ്വാസ വാക്കുകളൊക്കെ പറയും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവ് ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് കടന്നു പോകുന്ന ഒരു ദൈവമല്ല. എൻ്റെ കർത്താവ് ആശ്വാസത്തെ തന്ന്, നിങ്ങളെ സമാധാനത്തെ തന്ന്, ആ വിഷയത്തെ പരിഹരിച്ച് നിങ്ങളെ ജയോത്സവമാക്കിയിട്ടേ കർത്താവ് മടങ്ങിപ്പോവുകയുള്ളൂ. ഇവിടെ നോക്കണം, നഷ്ടപ്പെട്ടു പോയ മകനെ, ആമേൻ ഹല്ലേലൂയ, അവൻ മഞ്ചത്തിൽ തൊട്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ, ആ മകൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. എത്ര വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തത്. ഏക ആശ്രയം ആ മകനായിരുന്നു. എന്നാൽ അവനെ മടക്കിക്കൊടുത്ത്, ആ ഭവനത്തിൻ്റെ സന്തോഷത്തെ മടക്കിക്കൊടുത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് നമ്മൾ മറന്നു കളയരുത്. ഓ
ഹല്ലേലൂയ. റിബലഗഡഗദന. ആമേൻ. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ കൊണ്ടുവരുന്ന ദൈവമാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ കരയണ്ട, കരച്ചിൽ നിർത്ത്, എഴുന്നേറ്റ് പ്രകാശിക്ക്, സന്തോഷത്തോടെ ഇരിക്ക്. എൻ്റെ ദൈവം ഞാൻ കരഞ്ഞ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്തെന്ന് വിശ്വസിക്ക്. ദൈവം അത്ഭുതം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങിക്കോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ നീർന്ന ഏത് വിഷയത്തിന് മേലായാലും നിങ്ങൾ അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ റെഡി ആയിക്കൊള്ളുക. ഗോഡ് ബ്ലെസ് യു.